ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഓണം സ്പെഷ്യൽ വേറൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. കൂട്ടുകറിയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിടി കടല, അതുപോലെ അരയ്ക്കാനുള്ള തേങ്ങ, ജീരകം, കറിവേപ്പില, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇനി നമുക്ക് ആദ്യം തന്നെ കഷ്ണങ്ങൾ കട്ട് ചെയ്യാം. ആദ്യം ഞാൻ ചേന എടുത്തിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമ്മൾ കടലേൻ്റെ അതേ വലിപ്പത്തിൽ ചെറുതായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേന എനിക്ക് കൈക്ക് കുറച്ച് അലർജി കേട്ടോ, അത് കാരണം ഞാനിങ്ങനെ ബുദ്ധിമുട്ടി കട്ട് ചെയ്യുന്നത്. മുറിച്ച കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും മുറിച്ചെടുക്കണം. അപ്പം ഞാൻ ചേനയും മത്തനും എല്ലാം ചെറുതായിട്ട് ഒന്നിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ കായ് നമ്മളിങ്ങനെ വെള്ളത്തിലേക്കാണ് മുറിച്ചെടുക്കുന്നത്. അതും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. വെള്ളത്തിലേക്ക് മുറിച്ചിട്ടിട്ട് നമ്മളതിൽ ഇച്ചിരി മഞ്ഞളിട്ട് ഒന്ന് കഴുകിയെടുത്താൽ നമുക്ക് കായൻ്റെ കറയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കായ് വെള്ളത്തിലേക്ക് വേണം മുറിച്ചിടാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ ഞാൻ കഴുകിയിട്ട് ഒന്നത് വൃത്തി കഴുകി അതിൻ്റെ കറയൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഷ്ണങ്ങളെല്ലാം മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ജോലിയായി. പിന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കേണ്ട ആണ് നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പം ഓണത്തിന് ഇതുപോലെ പല സ്പെഷ്യൽ വിഭവങ്ങളും ഇടുന്നുണ്ട് കേട്ടോ ചാനലിൽ. എല്ലാവരും ഒന്ന് പോയി നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പം മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതാ ഞാൻ മത്തനൊക്കെ ഇങ്ങനെ ചെറുതായി മുറിച്ചിട്ടുണ്ട്. എനിക്കൊന്നും കട്ട് ചെയ്യുന്ന വിഷ്വൽസ് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. അതേപോലെ കായും ഇതെല്ലാം കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കടല നമ്മൾ എടുത്തിട്ട് സെപ്പറേറ്റ് ഒന്ന് വേവിച്ച് വെക്കുക. കാരണം കടലേൻ്റെയും ചേനേൻ്റെയും വേവ് വ്യത്യാസം ഉണ്ടല്ലോ. ഇതിലേക്ക് പിന്നെ നമ്മൾ ഇടുന്ന പൊടികളാണ് ഈ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി ഒരു ടീസ്പൂണിൽ കുറവായിട്ട് ഇട്ടിരിക്കുന്നത്. അതുപോലെ കുരുമുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 മുതൽ ഒരു ടീസ്പൂണിൽ അധികമായിട്ട് നമുക്കിടാം. അതുപോലെ അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പം നമ്മൾ ഈ കൂട്ടുകറിക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി വേണ്ട, നമുക്ക് കട്ടിയിലുള്ള കറിയാണല്ലോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. അതൊരു ടിപ്പാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ കൂട്ടുകറി നല്ല ടേസ്റ്റി ആയിരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും കൂടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 to 3 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ കുക്കർ ഇൻഡക്ഷൻ അടുപ്പിലേക്കാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. പല നാട്ടിലും പലതരത്തിലാണ് അല്ലേ നമ്മൾ ഒരേ കറികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇത് ഏത് വിധത്തിലാണ് ആക്കുന്നതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണേ കേട്ടോ. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ തേങ്ങ, ജീരകം, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മളൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ, ഒരുപാട് അരിയൊന്നും വേണ്ട. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമ്മൾ ഈ അരപ്പ് വെന്ത കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. അതാണ് മെയിൻ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ ആവിയൊക്കെ പോയി നമ്മുടെ കുക്കർ നമ്മൾ തുറന്നിട്ടുണ്ട്. ആ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം, കൂടുതൽ അടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഞാൻ കടല ഉപ്പിട്ടിട്ട് വേറെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടല നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഞാൻ ഉടച്ചു കൊടുക്കുന്നുണ്ട്, കൂടുതൽ ഉടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇത് രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങേൻ്റെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയി അങ്ങനെയൊക്കെ തോന്നിയാൽ തുറന്ന് വെച്ചിട്ട് തന്നെ നിങ്ങൾ കുറച്ച് സമയം കൂടുതൽ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഒരു 3 to 4 മിനിറ്റ് നമ്മൾ ഈ അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കറി ഓൾമോസ്റ്റ് 3/4 റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നോക്കിയാൽ അറിയാം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പാകത്തിൽ നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് വറുത്തിടുക ചെയ്യുക. മെയിനായിട്ട് തേങ്ങ ആണ് നമ്മളിതിലേക്ക് വറുത്തിട്ട് മിക്സ് ചെയ്യുക. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിത് കുക്കർ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ പാത്രം വെച്ചിട്ട് ഒരു ചീനച്ചട്ടിയായി വെച്ചിരിക്കുന്നത്, അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് നല്ലതായിട്ട് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് താളിപ്പിനുള്ള കടുക്, വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു അരമുറീൻ്റെ അടുത്ത് നമുക്ക് തേങ്ങ വറുത്ത് ഇടേണ്ടതാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. അത് കുറച്ച് നല്ല ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ കറീൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആഡ് ചെയ്യുന്ന വെളിച്ചെണ്ണ, അതുപോലെ ഈ കഷ്ണങ്ങളുടെയൊക്കെ ഒരു യോജിപ്പ്, അതേപോലെ ഈ തേങ്ങ വറുക്കുന്നതാണ് മെയിൻ ഇതിൻ്റെ ടേസ്റ്റ്.
അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ ഓണത്തിൻ്റെ ദിവസമൊക്കെ നമ്മൾ ഇങ്ങനത്തെ കറിയൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ മുന്നേ കുറച്ച് തേങ്ങയൊക്കെ ചിരവി വെച്ച് അല്ലേ, അതുപോലത്തെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് വിഭവങ്ങളാക്കണമല്ലോ അന്ന്. അപ്പം നമ്മുടെ തേങ്ങ ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറ്, ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പം ഇച്ചിരിയും കൂടി നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഒരു കുറച്ചും കൂടി ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഇതിൻ്റെ പാകമാവും. അപ്പോൾ അതാ നല്ലതായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കുറയും, കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ചില സ്ഥലത്തൊക്കെ ഈ വറവിലേക്ക് നമ്മൾ കറി അങ്ങ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യും. എങ്ങനെയായാലും നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി. അപ്പം നോക്കിയാൽ നല്ല പാകത്തിന് കട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇച്ചിരി തണുക്കുമ്പോൾ ഇത് ഇനിയും കട്ടിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു പാകത്തിൽ വേണം നമ്മൾ അത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓണത്തിന് ഇതുപോലെ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അതുപോലെ ഞാൻ തനതായ കേരള സ്റ്റൈലിൽ നമ്മുടെ ചിരട്ടക്കയിൽ എന്ന് പറയുന്നത് ഇത് വെച്ചിട്ടാണ് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് അമ്മ ഇപ്പം നാട്ടിൽ നിന്ന് സ്പെഷ്യലി കൊണ്ടു തന്നെയാണ്. അപ്പം അതെല്ലാം ആകുമ്പോൾ ഒരു ഒതൻറ്റിക് കേരള ടച്ചിലാണ് നമ്മൾ ഫുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഡിഷ് റെഡിയാണ്. ഞാൻ ഇതിനെ ജസ്റ്റ് കുറച്ച് കറിവേപ്പില വെച്ച് ഗാർണിഷ് ചെയ്യാണ്. അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.